നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ജാതിയുടെ ഇപ്പം മഴക്കാലമൊക്കെ ഉള്ള സമയത്ത് ജാതിയുടെ ഇല കൊഴിച്ചിൽ, അതുപോലെ തന്നെ കായ ചീയൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉടൻ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൽ കാണാം, ഈ കായ ചീഞ്ഞ് കിടക്കുന്നത്. ഇത് ഫംഗൽ ബാധയാണ്. ഇത് കായ ഇതുപോലെ ആയിരിക്കും. മൂക്കാത്ത കായ കണ്ട ചീഞ്ഞ് ഉണങ്ങി വരും. അപ്പോൾ ഇതിന് നമ്മൾ ഉടൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും വെള്ളം കെട്ടാതെ നോക്കണം. അപ്പോൾ വെള്ളം കെട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. മഴ മാറി നിൽക്കുന്ന സമയത്ത് ഉടൻ തന്നെ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം. ഈ ഫംഗസിന്റെ പ്രശ്നം കൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് സാഫാണ്. അപ്പോൾ അത് 200 ലിറ്ററിന് 400 ഗ്രാം. അപ്പോൾ 1 ലിറ്ററിന് 2 ഗ്രാം വെച്ച്. ഇപ്പോൾ സാഫ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഏതെങ്കിലും നമ്മളുടെ ഫംഗിസൈഡ് ഉപയോഗിച്ചാൽ മതി. അത് കടകളിൽ പറഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് ഉടനടി അടിച്ചു കൊടുക്കണം. അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കായ പൊഴിച്ചിൽ, അതുപോലെ തന്നെ കായ ചീച്ചിൽ, ഇല പൊഴിച്ചിൽ എല്ലാം കൺട്രോളിലാവും. കൊടുക്കുകയാണ്. സാഫ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് പശയെ കൂടി ചേർത്ത് കൊടുക്കണം. പശ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇപ്പോൾ ഈ ചെയ്യുന്ന മരുന്ന് എല്ലാം ഒലിച്ചു പോകും. അപ്പോൾ അത് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ഈ പശ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 200 ലിറ്ററിലേക്ക് ഒരു 100 ml പശ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മഴക്കാലത്താണ് ജാതികൾക്ക് ഏറ്റവും കൂടുതൽ ഫംഗൽ ബാധ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ കായ കൊഴിച്ചിൽ, അതുപോലെ മൊത്തം ചെടികൾ വരെ നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പ്രിക്കോഷൻസ് ഇതിപ്പോൾ വന്നതിന് ശേഷം അടിക്കുന്നതാണ്. വരാതിരിക്കാനായിട്ട് നമ്മൾ മെയ് മാസത്തിൽ ബോഡോ മിശ്രിതം അടിച്ചു കൊടുത്താൽ മതി. ഈ പ്രാവശ്യം നമ്മൾ ബോഡോ മിശ്രിതം അടിക്കാൻ നമുക്ക് പറ്റിയില്ല. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ പ്രാവശ്യമാണ് ഇപ്പോൾ ഫംഗിസൈഡ് ഫംഗൽ ബാധ ഈ ചെടികൾക്ക് വന്നിരിക്കുന്നത്. സാധാരണ എല്ലാ പ്രാവശ്യവും നമ്മൾ അടിച്ചു കൊടുക്കുന്നതാണ് ബോഡോ മിശ്രിതം. ഈ മെയ് മാസത്തിലൊക്കെ കുറച്ച് മഴയും കുറച്ച് തിരക്കും കാര്യങ്ങളായ കാരണം അടിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് അടിക്കേണ്ടി വന്നത്. ഇത് നമ്മുടെ ഒരു ഫംഗൽ ബാധ വന്നൊരു തൈയാണ്. ഇതിൻ്റെ നമുക്കിത് ജസ്റ്റ് നോക്കിയാൽ അറിയാം, ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇലകളും കായകളും എല്ലാം കൊഴിഞ്ഞു പോകും ഫംഗൽ ബാധ വന്നു കഴിഞ്ഞാൽ. കണ്ടോ, ഒന്നുമില്ലാത്ത രീതിയിൽ നിൽക്കണ കണ്ടോ. ഈ മരത്തിലേക്ക് ബാധിച്ചു തുടങ്ങിയിട്ടില്ല, ചെറുതായിട്ടൊക്കെ ബാധിച്ചിട്ടുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് ബാധിച്ചിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ എല്ലാം ബാധിക്കും, കായകളൊക്കെ കൊഴിഞ്ഞു പോകും. ഇത് ഫംഗൽ ബാധ ബാധിച്ച ഒരു വലിയ മരമാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഇലകളും കൊഴിഞ്ഞുപോയി. അതുപോലെ തന്നെ കായകൾ നിറയെ കായ ഉണ്ടായിരുന്നതാണ്, എല്ലാം താഴ്ചാടിപ്പോയി. സൈഡ് വേണമെങ്കിൽ കലക്കി കടയുടെ ചുറ്റും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുമ്മായം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഫംഗിസൈഡ് മരത്തിൻ്റെ മുകളിലേക്ക് അടിക്കണം. അതിന് ശേഷം അടുത്ത ദിവസം കുമ്മായം തൂളി കൊടുക്കണം ഇതിൻ്റെ കടയ്ക്ക്. ഫംഗിസൈഡ് മുകളിൽ അടിക്കുന്നതിൻ്റെ തുള്ളിയായിട്ട് താഴേക്ക് വീണോളൂ. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ഈ രീതിയിലാണ്.